ലോക്സഭയിൽ ഇന്നും ബഹളമാണ്. ലോക്സഭയിൽ ഇന്നും അമിത്ഷാ എത്തിയിട്ടില്ല. ഇന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത്. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി ഉയരുകയാണ്. ലോക്സഭ നിർത്തിവച്ചിരിക്കുന്നു. അമിത്ഷാ ഇന്നും സഭയിലെത്തിയില്ല. ചോദ്യോത്തരവേളയും നടന്നിട്ടില്ല. വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇന്നുകൂടി ചേർത്താൽ 3 ദിവസമാണ് ആകെ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനുള്ളത്. ഇന്നും അമിത്ഷാ എത്തിയിട്ടില്ല. അമിത്ഷാ വന്ന് പാർലമെന്റിൽ വിശദീകരണം നൽകുമെന്നാണല്ലോ കിരൺ റിജിജു പറഞ്ഞിരുന്നത്. എന്താണെന്ന് സംഭവിച്ചിരിക്കുന്നത്? പാർലമെന്റിൽ ഇന്നും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ കളം ഒരുങ്ങിയിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെ ഇപ്പോൾ സഭാ നടപടികൾ 2 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സ്പീക്കർ പല ഘട്ടങ്ങളിലും ചർച്ചകളുമായി എല്ലാവരും സഹകരിച്ച് പോകണം, ചോദ്യോത്തരവേള മുന്നോട്ട് പോകണം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ ഇതിനോട് സഭയെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പ്രതിപക്ഷം വ്യക്തമാക്കിയെങ്കിലും സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും പ്രതിപക്ഷം വഴങ്ങാൻ ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ 15 ദിവസമായി ഈ സഭാ സമ്മേളനം ഇങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ദിവസം പോലും സഭയിൽ എത്തുകയോ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ല. ഇനിയിപ്പോൾ വ്യാഴാഴ്ച, അതായത് 2 ദിവസം മാത്രമാണ് സഭാ സമ്മേളനം അവശേഷിക്കുന്നത്. അതിൽ അവസാന ദിവസം യാതൊരുവിധ നടപടിക്രമങ്ങളും ഉണ്ടാകുന്ന പതിവുമില്ല. സ്വാഭാവികമായി നാളെ മാത്രമാണ് സഭയ്ക്കൊരു പ്രവർത്തനം എന്ന് പറയാനുള്ളത്. ഈ അവസാന 2 ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുഖരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മാത്രമാണ് സർക്കാർ ഇപ്പോൾ ചർച്ചയ്ക്ക് വഴങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ 15 ദിവസം വഴങ്ങാത്ത സർക്കാരിന് വേണ്ടി ഇനിയിപ്പോൾ 2 ദിവസം വഴങ്ങേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷ നിലപാട് എടുത്തിരിക്കുന്നത്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തിയാലും ഇന്നും നാളെയും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഉണ്ട്. പക്ഷേ ഇന്നും അദ്ദേഹം 10 ദിവസങ്ങളെ പോലെ തന്നെ സഭയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന കൃത്യമായ നിലപാട് ഇതിൽ പ്രതിപക്ഷം പങ്കുവയ്ക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ പാർലമെന്റ് കവാടത്തിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഒരു വശത്ത് പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം, മറ്റൊരു വശത്ത് NDA എംപിമാരുടെ പ്രതിഷേധം. പല ഘട്ടങ്ങളിലും ഈ പ്രതിഷേധങ്ങൾ തമ്മിൽ ഉന്തും തള്ളിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനിടയിൽ ഒരു ബാരിക്കേഡായി മാറുന്ന കാഴ്ച കണ്ടു. പ്രിയങ്ക ഗാന്ധി സഭയിലെത്തിയപ്പോൾ ജാർഖണ്ഡിനെ കുറിച്ച് എന്താ പറയാത്ത, അവിടെ പോകുന്നില്ലെന്ന ചോദ്യമൊക്കെ NDA എംപിമാർ ചോദിച്ചു. അത്തരത്തിൽ പല പ്രകോപനങ്ങളും ഉണ്ടായി. അതിന് പിന്നാലെ ആ ഘട്ടത്തിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു സഭാ നടപടികൾ മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയും ഇല്ലെന്ന്. പക്ഷേ സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം സാധാരണഗതിയിൽ സഭ ആരംഭിച്ച് ഒരു നിമിഷമെങ്കിലും ഒരു മൗനം ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഒരു സൈലൻസ് പോലും ഇല്ലാതെ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം എഴുന്നേൽക്കുകയായിരുന്നു. അതോടെ സഭാ നടപടികൾ ഇപ്പോൾ പൂർണ്ണമായും ലോക്സഭയിൽ സ്തംഭിച്ചിരിക്കുന്നു. ലോക്സഭാ നടപടികൾ 2 മണി നിർത്തിച്ചിരിക്കുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനകം ഒരുപക്ഷെ രാജ്യസഭയിൽ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. പാർലമെന്റ് കവാടത്തിന് മുന്നിലും പ്രതിഷേധമുണ്ടായിരിക്കുകയാണല്ലോ നോബിൾ മാരിക്കാരൻ. ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളുടെ സ്വഭാവം ഏത് രൂപത്തിലേക്ക് മാറ്റാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ മറ്റന്നാൾ സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. തീർച്ചയായും സ്മൃതി, മറ്റന്നാൾ സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാളെ മാത്രമാണ് ഒരു നടപടിക്രമം എന്ന നിലയിൽ സഭ ചേരാൻ സാധ്യതയുള്ളൂ. മറ്റന്നാൾ ജനഗണമനം പാടി രാവിലെ തന്നെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതാണ് സാധാരണഗതിയിൽ വർഷകാല സമ്മേളനത്തിൽ പതിവുള്ളത്. എന്താണെങ്കിലും നാളെ ഒരു ദിവസം മാത്രമാണ് ഒരു പ്രവൃത്തി ദിനം എന്ന് പറയാനുള്ളത്. സ്വാഭാവികമായി നാളെയും പ്രതിഷേധം സംഘടിപ്പിച്ച ശേഷം മറ്റു ദിവസങ്ങളിൽ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചാൽ തെരുവിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങാനുള്ള നീക്കമൊക്കെ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് നടപടി അത് വലിയ തരത്തിൽ ഇപ്പോഴും ചർച്ചകളിൽ നിൽക്കുന്ന വിഷയമാണ്. വിദ്യാർത്ഥികൾ അതിലിപ്പോഴും വലിയ തരത്തിൽ പ്രതിഷേധത്തിലാണ്. സ്വാഭാവികമായി ആ പ്രതിഷേധം തെരുവിലേക്ക് നീക്കാനുള്ള ആലോചന അടക്കം പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ രാജ്യസഭയിലേക്ക് പോവുകയാണെങ്കിൽ രാജ്യസഭയിലും പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യസഭയിലും പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അവിടെയും നടുത്തളത്തിൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും രാജ്യസഭയും അല്പസമയത്തിന് വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ എന്താണെങ്കിലും പാർലമെന്റ് അകത്തുള്ള പ്രതിഷേധം സഭാ സമ്മേളനം അവസാനിച്ചാൽ പുറത്തേക്ക്, പ്രത്യേകിച്ച് പാർലമെന്റിന് പുറത്ത് തെരുവിലേക്കും വ്യാപിപ്പിക്കാനുള്ള നീക്കം പ്രതിപക്ഷം ആലോചിച്ചിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ടായിരിക്കും അല്ല അതായത് പാർട്ടികൾ തമ്മിലാണോ എന്ന കാര്യത്തിലൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ വ്യക്തമാരാണ്. ഇതായിരിക്കും പ്രതിപക്ഷം ശക്തമായി തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വിദ്യാർത്ഥികളുടെ നടപടിയിൽ അയോധ്യ രാമക്ഷേത്ര കോളേജിലൊക്കെ നിലപാട് ഘടിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി കൂടി ഇപ്പോൾ എത്തിക്കൊണ്ട് ഈ അയോധ്യ രാമക്ഷേത്ര കോളേജിൽ മറുപടി പറയണമെന്ന ആവശ്യം കൂടി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, വലിയ പ്രതിഷേധം പാർലമെന്റിന് പുറത്തും കാണുകയാണ്. സഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രതിഷേധങ്ങൾ.